നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തടാകമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള, അതായത് ഗുജറാത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തടാകമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ ഇത് കറക്റ്റായിട്ട് എവിടെയാണെന്നുള്ളതും ഇതിൻ്റെ ഒരു ഡിസൈൻ, ഈ ഒരു വൃത്താകൃതിയിലുള്ള ഈ ഒരു ഡിസൈൻ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടിയും സൂം ചെയ്തൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ലോഗോ നമ്മൾ നാട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഈ ഒരു ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഗുജറാത്തിലെ തന്നെയുള്ള, അതായത് അഹമ്മദാബാദിൽ തന്നെയുള്ള NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന കോളേജിലാണ് ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തത് തന്നെ. അത് വേറെ ഒന്നിൻ്റെ അല്ല, നമ്മുടെ SBIയുടെ ആ ഒരു ലോഗോയാണ് ഈ ഒരു ലൈക്കിനെ ആസ്പദമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലോഗോയും അതുപോലെ തന്നെ ഈ ഒരു തടാകത്തിൻ്റെയും കുറച്ച് വിശേഷങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കങ്കരിയ ലൈക്കിൻ്റെ പാർക്കിംഗ് സെക്ഷനിലാണ്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ബൈക്കിനകത്തൊക്കെ നിറച്ച് പൊടിയാണ് കേട്ടോ. ഇവിടെ മഴ പെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ വണ്ടി കഴുകലും ഭയങ്കര കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ നടന്ന് നമ്മുടെ ആ ഒരു എൻട്രിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു മൃഗശാലയാണ് ഇതിൻ്റെയും അതിലും തൊട്ടടുത്തുള്ളത്. കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട്. ഒരു കുരങ്ങ് മാത്രം പുറത്ത് കറങ്ങി കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോടാ. അപ്പോൾ നമ്മൾ ആ മൃഗശാലയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, നമ്മൾ നേരെ ലൈക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ബൈക്ക് വയ്ക്കുമ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. പാർക്കിങ്ങിനായിട്ട് 30 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അത് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. എന്നാലും നമ്മളത് വെക്കാതെ വേറെ നിവൃത്തിയിൽ എന്തായാലും നമ്മൾ വന്നു പോയില്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് പതുക്കെ ആ കാണുന്നതാണ് കേട്ടോ എൻട്രി. ഇവിടെയൊക്കെ കുറേ കച്ചവടക്കാരുണ്ട്. ഇപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. നല്ല രീതിയിൽ തിരക്കൊന്നായി വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗംഭീര മഴ വരാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. ആകാശമൊക്കെ ശരിക്കും മൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂടുകാലമൊക്കെ മാറി മഴക്കാലത്തിലേക്ക് കിടക്കുന്ന ഒരു ടൈമാണ്. നല്ല രീതിയിൽ എന്താ പറയുക, ഒരു തരം പ്രത്യേക ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. ശരിക്കും ജലദോഷമൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു ടൈം. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ടിക്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു തടാകത്തിലേക്കുള്ള മെയിൻ എൻട്രി കൂടിയാണിത്. 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അത്ര വലിയ ചാർജ് ഒന്നുമില്ല. പാർക്കിങ്ങിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ല. നമ്മളെല്ലായിടത്തും ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റാണ് ഗുജറാത്തിലെ ഏറ്റവും കൂടുതലുള്ളത്. ഫുള്ള് PTM അതേപോലെ ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് എനിക്ക് നൈസായിട്ട് പണി കിട്ടി. പുറത്ത് പോയിട്ട് ATM ന്ന് പൈസ എടുത്തിട്ട് വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇവിടേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. ആർച്ച തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന കാരണം അതിനകത്ത് ടിഫിൻ ബോക്സും പിന്നെ 1-2 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർച്ചേനെ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് പോന്നു. അപ്പോൾ ആർച്ച അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് വരികയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഇതാ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈക്കിലേക്കുള്ള ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ രീതിയിലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴുകി വരാനുള്ളതും പുറത്തുനിന്ന് വെള്ളങ്ങൾ കളക്ട് ചെയ്ത് ഈ ഒരു ടണൽ പോലത്തെ സംഭവത്തിൽ കൂടെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു തടാകത്തിന് നല്ല പഴക്കമുണ്ട്. സുൽത്താൻ, പണ്ട് ഗുജറാത്ത് ഭരിച്ചിരുന്ന ഒരു സുൽത്താനാണ് ഈ ഒരു തടാകത്തിൻ്റെ പണി തുടങ്ങി വെച്ചത്. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് വേറൊരു സുൽത്താനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തടാകം എന്ന് പറയുന്നത് അത്ര ചെറിയൊരു തടാകമൊന്നുമല്ല. അതിന് മുന്നായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ട്രാക്ക് കാണുന്നുണ്ടോ? ഇതൊരു റെയിൽവേ ട്രാക്കാണ്. ഈ ഒരു ട്രാക്കിനെ കുറിച്ചും ഇതിൽ കൂടെ ഓടുന്ന ട്രെയിനെ കുറിച്ചും ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ ഇതിലെ ട്രെയിൻ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? തടാകത്തിൻ്റെ ആ ഒരു പഴക്കം 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു തടാകം പണിതത്. ഏകദേശം 1451 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു തടാകത്തിൻ്റെ പണി പൂർത്തിയായത് തന്നെ. ഗുജറാത്തിലെ സുൽത്താനായ ഖുത്ബുദ്ദീൻ അഹമ്മദ് ഷാ എന്ന് പറയുന്ന രണ്ടാമൻ, ആ പുള്ളിയാണ് ഈ ഒരു തടാകത്തിൻ്റെ പണി കഴിപ്പിച്ചത്. തുടങ്ങി വെച്ചത് വേറൊരു സുൽത്താനാണ് കേട്ടോ. ആളുടെ പേരും ഇതുപോലെ തന്നെയാണ്, മുസിദ്ദീൻ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു പുള്ളിയുടെ പേരും. ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഈ ഒരു തടാകത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 76 ഏക്കറാണ് കേട്ടോ. 76 ഏക്കറിലാണ് ഈ ഒരു തടാകം ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ
നടന്ന് തന്നെ ചുറ്റിക്കറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇവിടെ ഈ ഒരു തടാകത്തിന് ചുറ്റും കുറേ സംഭവങ്ങളുണ്ട്. കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ ചുറ്റും നവീകരണം നടത്തിയേക്കുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് റിലാക്സ് ചെയ്യാനൊക്കെ വരുന്ന ഫാമിലി വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു തടാകം എന്ന് പറയുന്നത്. പിന്നെ മുഗളന്മാരെ പറഞ്ഞ ശേഷം ഇംഗ്ലീഷുകാരും നമ്മുടെ രാജ്യം കൈയടക്കി ഭരിച്ചപ്പോൾ ആ ഒരു ടൈമിൽ അവരും ഈ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിരുന്നതാണ് പറയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ എന്താ പറയുക, ഇതിനാരും ശ്രദ്ധിക്കാതെയൊക്കെ ആയി, നല്ല രീതിയിൽ ചവറുകളൊക്കെ ആയി, ഇതിനകത്ത് വെള്ളമൊക്കെ ആകെ മലിനമായി നശിച്ചു പോയ ആ ഒരു നിലയിലായിരുന്നു. പിന്നീട് ഇതിനെ 2007, 2008 കാലഘട്ടങ്ങളിൽ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാൻ കാരണം അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ഇത്രയ്ക്കും ക്ലീനാക്കി എടുത്തത്. ഇതിന് മുന്നത്തെ ടൈമിൽ ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥലം കിടന്നിരുന്നത് എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ട്രാക്കിലൂടെയുള്ള ആ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ട്രെയിൻ കേട്ടോ. ഇതിൽ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ടോയ് ട്രെയിൻ ആണെങ്കിലും മുതിർന്നവർക്കും കയറിയിരുന്ന് ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റിലുള്ള എല്ലാ കാഴ്ചകളും കണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു തടാകത്തിൽ കൂടെ പോകാനുള്ളൊരു സൗകര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ അടൽ ബിഹാരി വാജ്പേയിയുടെ ആ ഒരു പേരാണ് ഇട്ടേക്കുന്നത്. അടൽ എക്സ്പ്രസ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റേഷനും അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണം ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ട്രെയിനിൽ കയറാൻ. ഇതിൻ്റെ കോച്ചുകൾ എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് 2008 ഇത് ചെയ്തപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കുകയും നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യും. പിന്നെ ഇത് ഒരെണ്ണം കൊണ്ട് എന്താ പറയുക തികയാതായപ്പോൾ ആളുകൾ ഇത് ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഈ ഒരു ഗവൺമെൻറ് ഒരെണ്ണം കൂടി വിദേശത്ത് നിന്ന് ഇറക്കി. ഇപ്പോൾ 2 ട്രെയിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ അതാണ്. പിന്നെ ഇവിടെ കുറേ ടോയ്കളുണ്ട് കുട്ടികൾ കളിക്കാനായിട്ട്. നമ്മുടെ ആ ഒരു ദ്വീപിലേക്ക് പോകാനുള്ള ഒരു എൻട്രി ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി അവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്കാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് അങ്ങോട്ടാണ്. 10 രൂപയാണ് അങ്ങോട്ടേക്കുള്ള എൻട്രി ചാർജ് വരുന്നത്. നല്ല മനോഹരമായ രീതിയിൽ അട്രാക്ഷനായൊക്കെ ചെയ്ത് സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗഡി ഇരുന്നിട്ട് ടിക്കറ്റ് കയറാനിരിക്കുന്നത് കർണാടക വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ചിട്ടൊരു സ്റ്റഡി ക്ലാസ് പോലെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇവിടെ കാണപ്പെടുന്ന ബട്ടർഫ്ലൈ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ എന്താ പറയുക ബയോളജിക്കൽ നെയിം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോകാമെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. ഇതും ആർട്ടിഫിഷ്യലാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അത് അടിപൊളിയായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അതിരപ്പള്ളിയിലുള്ള ഒരു ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല. നമ്മുടെ തുമ്പൂർ മൊഴിയിലുള്ള ഒരു ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല. എന്താ വെച്ചാൽ അത്ര അധികം ബട്ടർഫ്ലൈസിനൊന്നും ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി കുറച്ചുകൂടി ഉള്ളിൽ പോയാൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നെ നല്ലൊരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള ഗാർഡൻസ് ഉണ്ട്. ഇവിടെ നല്ല ചൂടുള്ളൊരു സ്ഥലം കൂടിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. 48 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോകുന്നുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ 48ഒക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. ആ ഒരു ടെമ്പറേച്ചറിലും ഇങ്ങനെ പച്ചപ്പും അതുപോലെ തന്നെ ചെടികളൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി നടന്നിട്ട് നമ്മൾ വലിയ രീതിയിലൊന്നും ബട്ടർഫ്ലൈസിനൊന്നും കണ്ടില്ല. ചെറിയ രീതിയിൽ 1-2 കണ്ടു. അതിനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴത്തേനും അതൊക്കെ പറന്നുപോയി. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ കാണുന്ന ആ ഒരു തടാകത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ പിന്നീട് എത്തി. അപ്പോൾ നമ്മൾ നേരത്തെ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്, ഇതിൻ്റെ റിനോവേഷൻ അല്ലേ. അപ്പോൾ 30 കോടി രൂപയാണ് അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനു വേണ്ടി ചിലവാക്കിയത് തന്നെ. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് $9.6 മില്യൺ ആണ്. അതായത് ഇന്നത്തെ ഏകദേശം 77 കോടി രൂപയോളം വരും ഇതിൻ്റെ നവീകരണവും ഇതിൻ്റെ ഈ ചുറ്റുപാടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ചിലവഴിച്ചേക്കുന്നത്. പിന്നെ കുറച്ചുകൂടി നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ മാർബിളിൻ്റെ ഒറ്റ മാർബിളൊന്നുമല്ല, അങ്ങനെ പീസ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് കാണുന്നത്. ജൈൻ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് പ്രതിഷ്ഠ കണ്ടിട്ട് വലിയ രീതിയിലൊന്നും മനസ്സിലായില്ല. ജൈൻ ക്ഷേത്രം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഈ ഒരു ക്ഷേത്രം കൂടിയും കവർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള പരിപാടി.
ഏകദേശം ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നതെന്ന് പറയുന്നത് മാർബിൾ തന്നെയാണ് കേട്ടോ. ഫുള്ള് ആ മേൽക്കൂരയും ഫുള്ള് ആ ഗോപുരമൊക്കെ മാർബിളിൽ തന്നെയാണ് തീർത്തേക്കുന്നത്. സമയം ഏകദേശം 5:30 ആയിട്ട് നല്ല രീതിയിൽ സമയം പോകുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കറങ്ങി ഇപ്പോഴും നമ്മൾ തീർന്നിട്ടില്ല. പിന്നെ ഇവിടേക്ക് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബലൂണിലൊരു കുട്ടി ഇതാ കിടന്ന് കളിക്കുന്നുണ്ടോ വെള്ളത്തിൽ. ചിരട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ സൂപ്പറാവും. ശ്വാസമൊക്കെ കിട്ടും തോന്നുന്നു അതിനകത്ത് അല്ലേ. കൊള്ളാം എന്തായാലും സംഭവം. അങ്ങനെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബലൂണിൽ നമുക്ക് ആകാശത്തേക്ക് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അത് ഞാൻ കണ്ടില്ല. എവിടെയാണെന്ന് നോക്കട്ടെ, ഇനി നമ്മൾ കറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ട്രെയിൻ ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ കൊള്ളാം ട്രെയിൻ. ഇത് 2ാമത്തെ ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ആർച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് തോന്നുന്നുണ്ട്. ക്യാമറയുടെ മുന്നിലൊക്കെ ചാടി വന്ന് നിന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. അങ്ങനെ അടുത്തത് നമ്മൾ അഡ്വഞ്ചറിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ ആ പുരാതന കാലത്ത് ആ ഒരു നിർമ്മിതി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അന്നത്തെ ആ കൊത്തുപണികളും കാര്യങ്ങളും ഇതിലൊന്നും ഗവൺമെൻറ് വലിയ രീതിയിൽ കൈകടത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് നാശനഷ്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം ഇത് പൊളിക്കാനോ അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ മോഡിഫൈ ചെയ്യാനോ നിന്നിട്ടില്ല. ഇതിങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. പിന്നെ അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. ഇനി നമ്മൾ പോകുന്നത് അഡ്വഞ്ചറിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണ്. ആർച്ചനൊന്ന് കറക്കി വലിച്ചെറിയാനുള്ള ഒരു പരിപാടിയാണ്. അഡ്വഞ്ചർ വേൾഡിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ കയറാനാണ് നമുക്ക് പറ്റുള്ളൂ. വേറെ കയറാന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് പോയി എടുക്കണം. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് സംഭവങ്ങളൊക്കെ കൈവിട്ട കളിയാണെന്ന്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലൊരു സംഭവമുണ്ട്. അത് ഇത്തിരി സേഫ്റ്റിയാണ്. നമ്മുടെ ഒരു തൊട്ടിൽ പോലത്തെ സംഭവത്തിലിരുത്തി ഇങ്ങനെ ഇളക്കുന്നൊരു സംഭവമാണ്. അത് ഇത്തിരി വലിയ ബുദ്ധിമുട്ടില്ല, അതിൽ കയറാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആർച്ച പറഞ്ഞത് തലകുത്തി മറയുന്നതിൽ തന്നെ പോകണം. ആ കാണുന്ന ആ ഒരു റിങ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. 1 മിനിറ്റ് കുറച്ചുകൂടി ആണ് ഫ്രണ്ടിൽ വന്നാലാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ കുറച്ചുകൂടി റിസ്ക് പിടിച്ച സംഭവമാണ്. പക്ഷേ ഞാൻ ഇതിലൊന്നും കയറേണ്ട, അപ്പുറത്ത് സിമ്പിൾ സാധനം ഉണ്ട് അതിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്കാണ് എന്നെ വിളിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് സംഭവം. എനിക്കൊന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് കാണണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർച്ചയുടെ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി അത് വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാങ്ങാൻ എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കാണുന്ന തന്നെ ആയിരിക്കും ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത്. ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഇപ്പുറത്തൊരു സംഭവമുണ്ട്. ആർച്ചനെ ഇതിൽ കയറ്റി വിട്ടിട്ട് ഞാൻ ഇപ്പുറത്തേൽ വന്നിരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് നടന്നില്ല. 2 പേര് ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അതിൽ കയറ്റി. പക്ഷേ അതിൽ കയറി വന്നപ്പോഴാണ് മനസ്സിലായത് അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ സാധനം ഇതിനപേക്ഷിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എൻ്റെ കിളി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ തന്നെ പോയി. അപ്പോൾ അതിൽ കയറിയിരിക്കുന്നവരുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ. ഇതാണ് സംഭവം. ഗംഭീരമായിട്ട് എടുത്ത് കൊടയാണ് സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കയറാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതിൽ തന്നെ വലിച്ച് കയറിപ്പോയി. പക്ഷേ ഇത് കയറഞ്ഞത് എന്തോ ഒരു ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സേഫ്റ്റി ഒക്കെ തന്നെയുണ്ട്. നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സാധനം ഒരിക്കലും വിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സംഭവം ഉറപ്പിച്ചേക്കുന്നത്, ഹൈഡ്രോളിക്കിൻ്റെ ആ സംഭവം. എന്നാലും അതിലിരിക്കുന്നവരൊക്കെ എന്തായാലും പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതിൽ കറക്കാണ് ഈ സാധനം കറയുന്നതും അതുപോലെ തന്നെ ആ ഇരുന്ന് കൊടയുന്നതും ഗംഭീരമായിട്ടുള്ള കൊടച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും ഈ സാധനത്തിലൊക്കെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിളി വല്ലൊന്നും പോകണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ട്രൈ ചെയ്യുന്നില്ല. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കിളി പോവും എന്നുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് 40 രൂപയുള്ളൂ കേട്ടോ കുട്ടികൾക്ക് ഈ വാട്ടറിൽ കളിക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകൾ വേറെ അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോകുന്ന വഴിയിലായതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇത് സംഭവം എന്തായാലും നന്നായിട്ടുണ്ട്. ഒരു ടാർപ്പായ പോലെ സംഭവത്തിലാണ് ഈ വെള്ളം നിറച്ചേക്കുന്നത്. വലിയ താഴ്ചയൊന്നും ഇല്ല. കുട്ടികൾ വീണാലും വലിയ ഡേഞ്ചറൊന്നും ഇല്ല. പിന്നെ എല്ലാവരും ഉള്ള കാരണം വേറെ കുഴിയൊന്നുമല്ല. ഇതൊരു ജസ്റ്റ് ഒരു ടാങ്ക് പോലെ ടാർപ്പായ വെച്ച് ഉണ്ടാക്കിയുള്ളൊരു നമ്മുടെ ട്യൂബിൻ്റെ ഒക്കെ ഒരു സംഭവമില്ലേ, അത് തന്നെയാണ് കേട്ടോ. അതിലാണ് ഈ വെള്ളം നിറച്ച് വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SBIയുടെ ലോഗോനെ കുറിച്ച് തന്നെയാണ്. ആ ഒരു ലോഗോയുടെ കാര്യം അവർ ഇൻസ്പയർഡ് ആക്കുന്നത് ഈ ഒരു ലൈക്കിൽ നിന്നല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് ആ ഒരു സേഫ്റ്റി, അതായത് ഒരു കീ ആൻഡ് ലോക്കിൻ്റെ ആ ഒരു ഹോളില്ലേ, ആ ഒരു ഹോളിനെയാണ് അവർ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ആ ഒരു ലോഗോ അവർ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് അറിയിച്ചേക്കുന്നത് NIDയിൽ നിന്ന്. പിന്നെ ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആ ഒരു ലോക്കാണ് അവർ കാണിച്ചേക്കുന്നത്. അല്ലാതെ ഈ ഒരു ലൈക്ക് അവർ കണ്ടിട്ടില്ല, വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്